കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ, എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഭക്തരെ കാത്തിരിക്കുന്നത് അറിയില്ലല്ലോ. നമുക്ക് പോവാം, നോക്കാം. അമ്പാടിയിലെ ഏതൊക്കെ രൂപത്തിലുള്ള കളികളാണ്, ഏതൊക്കെ രൂപം ധരിച്ചിട്ടുള്ള ആ രൂപങ്ങളാണ് നമുക്ക് മുന്നിൽ കളഭാലങ്കാരത്തിലൂടെ എങ്ങനെ അവതരിപ്പിച്ച് തരുന്നതെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ ഒന്ന് വന്ന് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നേരെ നമ്മൾ അങ്ങനെ വരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതിയെ ഒന്ന് വന്ന് തൊഴാം. ഗണപതിയുടെ അടുത്ത് വന്ന് സർവ്വവിഘ്നങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് ഇങ്ങനെ അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഒക്കെ ഇങ്ങനെ കാണാം. അതിൻ്റെ നടുക്കായിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കാണാം. അതിൻ്റെ നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെയും കാണാം. അങ്ങനെ അവിടെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത് സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. അതേപോലെ കെടാവിളക്കം കാണാം. അതേപോലെ തന്നെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്തൊരു രസമാണ്, ആകെ പ്രകാശമാണ്. കെടാവിളക്കുകളിങ്ങനെ നന്നായിട്ട് ആ വിളക്കുകളിങ്ങനെ കത്തി, സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ ഉള്ള വിളക്കിലൊക്കെ നെയ്യൊഴിച്ചിങ്ങനെ കത്തുന്ന ആ ദീപങ്ങളുടെ പ്രകാശം ഇങ്ങനെ വളരെ വളരെ മനോഹരമായിട്ടാണ്. അങ്ങനെ ഭഗവാന്റെ മേലുള്ള സ്വർണത്തിൻ്റെ ഓടക്കുഴലിൻ്റെയും അതേപോലെ പൊൻതിലകത്തിൻ്റെയൊക്കെ അങ്ങനെ തിളക്കങ്ങനെ നമ്മളിലേക്ക് എത്തുക. പിന്നെ മഞ്ഞ ഇതല്ലേ ചന്ദനത്തിൻ്റെ കളഭത്തിൻ്റെയൊക്കെ, അത് കാരണം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അങ്ങോട്ട് നോക്കിയാൽ തന്നെ ആകെ പ്രകാശപൂരിതമാണ്. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് രണ്ട് കാൽപാദങ്ങൾ ഇങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്, കാൽവളകൾ കാണാണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഗോപന്മാരൊക്കെ എടുക്കണ പോലത്തെ. അങ്ങനെ നോക്കുമ്പോൾ അരമണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, കിങ്ങിണി നന്നായിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാ മാല അങ്ങനെ ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കൈവളകൾ കയ്യിൽ ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും ആ പൊന്നോടക്കുഴലിങ്ങനെ വിളിക്കുകയാണ്. കാലൊക്കെ പിണച്ച് വെച്ച് ഓടക്കുഴൽനാഥം അങ്ങനെ കേൾക്കുകയാണ്. നമ്മൾ വരുമ്പോൾ നമുക്ക് കേൾക്കാം, നല്ല ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാമെന്ന്. അങ്ങനെയാണ് ആ ഒരു നമ്മളെ എല്ലാവരെയും കേൾപ്പിക്കാനായിട്ട് ഓടക്കുഴൽ ഊതാണ് ഉണ്ണി. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ പീലി തിരുമുടിയൊക്കെ ഇങ്ങനെ കെട്ടി നല്ല രസമായിട്ടുണ്ട്. പീലിയൊക്കെ ഇങ്ങനെ ഉണ്ട്, പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാലകൾ 2 ഉണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും അങ്ങനത്തെ ആ തിരുമുടി മാലകൾ. അതേപോലെ വലിയ ഉണ്ടമാലകൾ 2 ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ് ധാരാളം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് തെച്ചി, പിന്നെ വെളുത്ത പൂവ്, പിന്നെയും തെച്ചി, അങ്ങനെ. പിന്നെ ഒരെണ്ണം വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളതും ഇടകലർന്നിട്ടിങ്ങനെ. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അതേപോലെ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ തുളസിയും താമരയൊക്കെ ആയിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ച് വേണുഗോപാലനായിട്ടുള്ള മുരളീധരനായിട്ടുള്ള രൂപമാണ് കേട്ടോ ഒന്ന് ഭഗവാന്റെ ശ്രീലകത്ത് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്നിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണ്. എല്ലാവരും കണ്ടോളൂ കേട്ടോ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഇന്ന് ഭഗവതിക്കനാണ് ചാർത്തിയിട്ടുള്ളത്, വളരെ മനോഹരം. ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാട് ചാർത്തൽ ഭഗവതിക്കനും. അപ്പോൾ നന്നായിട്ട് ചാർത്തിയിട്ടുമുണ്ട്. അങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിങ്ങനെ പോയിരുന്നു. അവിടുന്ന് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത്, അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ നേരെ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ ആ ഗ്രില്ലിന് കടന്നു കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ നേരെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് നിന്ന് എന്താ വെച്ചാൽ മുഖത്ത് മാത്രം അങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്.
അത് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല തിളങ്ങുന്ന പട്ട് ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. നല്ല വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിക്ക് 2 മാലകളുണ്ട്, ആ വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ളത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹത്തിൻ്റെ അപ്പുറത്തുള്ള കുറൂരമ്മേനെയും ഒക്കെ ഇങ്ങനെ കാണാം, ഉണ്ണീനെയൊക്കെ കാണാം. അങ്ങനെ നമ്മൾ മേൽശാന്തി അവിടെ നിന്ന് അപ്പോൾ ഭഗവതികൻ്റെ അടുത്ത് നിന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുതിങ്ങനെ അനന്ത പത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ ധാരാളം പൂക്കളാണ്, തുളസി പൂക്കളിങ്ങനെ ധാരാളം, അതേപോലെ തെച്ചിപ്പൂക്കൾ, താമരപ്പൂക്കളൊക്കെ ഉണ്ട് ധാരാളം. അവിടെ തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. ശ്രീരാമനും ബലരാമനും ഭാർഗവരാമനും അങ്ങനെ വന്ന് ആ കണ്ണനെ കാണാം. ആ കണ്ണൻ്റെ അവിടെ 2 തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകൻ്റെ അവിടെ ഒരു വെളുത്ത മാല ഉണ്ട്, ഭസ്മവും കൊണ്ട് അഭിഷേകവും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ 2 വെറ്റിലമാല ചാർത്തിയിട്ടുണ്ട്. ഇന്ന് കുങ്കുമം ഇല്ല, തീരെ ഇല്ല. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് നമ്മൾ നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ മണിക്കിണറും അതേപോലെ നൃത്താറയിൽ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു, അതൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് നേരെ നമ്മൾ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാൻ പ്രസാദ കൗണ്ടറിനെത്തിയിട്ട് അവിടുന്ന് നമ്മൾ എടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാം. ഭഗവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇന്ന് അപ്പുറത്തെ അറയിൽ നിറയെ മുഖാണത്ത് നല്ല വലിയ വലിയ വിളക്കുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ അതിപ്പോൾ നവരാത്രി കാലം ആവുകൊണ്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഭഗവതീനെ അങ്ങനെ കാണാം. ഭഗവതി ഗോളക ഇറക്കിയിട്ട് അങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ള ആ ഒരു രൂപത്തിലാണ്. നല്ല പട്ട് പുടവയൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം മാലകളുണ്ട്. വലിയൊരു മാല, പാലക്കാമാല പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. ശിവേലി വിഗ്രഹത്തിനും ഉണ്ട് ധാരാളം പൂക്കൾ. പിന്നെ അർച്ചനപ്പൂക്കൾ ധാരാളം ഉണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാന്ന് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ ആ പുരളീധര സ്വരൂപത്തെ ഒന്നുകൂടി ശ്രീകോവിലേക്ക് നോക്കിയിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെ ഒന്ന് കിടാവിളക്ക് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ അവിടെ മുഖം അങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്.
പിന്നെ നല്ല തിളങ്ങുന്ന പട്ട്, സ്വർണ്ണപ്പട്ട് ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. നിറയെ പുള്ളിയുള്ള പട്ടുകളാണ്. അതിങ്ങനെ എടുത്തിപ്പിച്ചിട്ടുണ്ട്. വലിയ വലിയ മാല ഉണ്ട്, കാശിമാല പോലത്തെ മാല അങ്ങനെ ഉണ്ട്. പിന്നെ കാതിലൊക്കെ കുണ്ടലങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട്, ഗോപിയൊക്കെ വെച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് ആ പടിഞ്ഞാറ നടയിലെത്തുമ്പോൾ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കണ്ടു തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് അങ്ങനെ നമുക്ക് പടിഞ്ഞാറ നടയിൽ കൂടെ ഇറങ്ങി രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ ഒന്ന് കണ്ടു തൊഴാം. പിന്നെ നമ്മൾ നേരെ നാരായണാലയത്തിൽ വന്നാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിയുടെ വിഗ്രഹം അത് കണ്ടു തൊഴാം. പിന്നെ ഭഗവതിയുടെ അവിടെ വന്ന് വീണ്ടും തൊഴാം. പിന്നെ നമ്മൾ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നും കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മുരളീധരനെ വേണുഗോപാലിനെ കണ്ടു തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വരികയാണ്. തെക്കേ നടയിൽ വരുമ്പോൾ ആ കൂവളത്തെ കാണാം. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. നമ്മളെന്നും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ആശകൾ ഒക്കെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ആ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.